ഹായ് ഫ്രണ്ട്സ്, ഇതാണ് അർത്തിങ്കൽ പള്ളി. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്നറിയാം, എന്നാലും ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഞങ്ങളിപ്പോൾ അർത്തിങ്കൽ പള്ളി വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് ഇവിടുത്തെ ഫിഷ് മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ എന്താ കേരമീനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കേരമീൻ വേറൊരു സ്റ്റൈലിൽ വെച്ചാലോ, നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് വേണ്ട കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ എടുത്ത് വെച്ചിട്ട് കുറച്ച് പുളി വെള്ളത്തിയിട്ട് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ചെറിയ തീയിൽ അതങ്ങ് കിടന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള മസാലപ്പൊടികളൊക്കെ തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നീട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള, ഈ കറി സ്പെഷ്യൽ എന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല, നമുക്കിതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ, അതായത് തേങ്ങാപ്പാൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ഗ്രേവി ആയിട്ടുള്ള കറി റെഡിയാക്കും. ഈ സമയം അതിലേക്ക് ആവശ്യമുള്ള കുടംപുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും അതിലേക്ക് ആഡ് ചെയ്ത് അതൊന്ന് കുറച്ച് സമയം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന മീനില്ലേ, ആ കേരമീൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഇതാ ഞാൻ പറഞ്ഞ നമ്മുടെ സ്പെഷ്യൽ മീൻകറി എന്ന് പറഞ്ഞത്. ഇതാകുമ്പോഴത്തേക്കും ആ പുളി എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് അതൊന്ന് സെറ്റാകുമ്പോഴത്തേക്കും കറി നമുക്ക് നോക്കാം അല്ലേ. ഈ 10-15 മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് അലങ്കരിച്ചിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.